BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. എറണാകുളം ജനറൽ ആശുപത്രിക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് പുരസ്കാരം. മികച്ച മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ ഒരുക്കിയതിനാണ് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ, കമ്പനികൾ, ആശുപത്രികൾ ഇവയിൽ നിന്ന് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത സ്ഥാപനങ്ങൾക്കാണ് അവാർഡ്. ചൊവ്വാഴ്ച കോവളം ക്രാഫ്റ്റ് വില്ലേജിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണ ഭാഗമായുള്ള ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷായും ജീവനക്കാരും 1 ലക്ഷം രൂപ ക്യാഷ് അവാർഡും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഏറ്റുവാങ്ങും. ആശുപത്രി വിഭാഗത്തിൽ 500 കിടക്കകൾക്ക് മുകളിലുള്ള ആശുപത്രി എന്ന ഇനത്തിൽ വേസ്റ്റ് മാനേജ്മെന്റ്, മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ജീവനക്കാരുടെ പങ്കാളിത്തം, നൂതനാശയങ്ങൾ സാധ്യമാക്കാൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ നിയന്ത്രണവും സംസ്കരണവും പുനരുപയോഗവും, വേസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങി മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് ആധാരം. നേരത്തെ 5 തവണ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ പുരസ്കാരം ആശുപത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. 7 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നേട്ടമെത്തുന്നത്. ആശുപത്രിയിലെ ജൈവ മാലിന്യങ്ങളെ എയറോബിക് കമ്പോസ്റ്റിലൂടെയും വിൻഡോ കമ്പോസ്റ്റിലൂടെയും ബയോഗ്യാസ് പ്ലാന്റിലൂടെയും വളമാക്കി മാറ്റാനും ആശുപത്രികളിലെ പച്ചക്കറി തോട്ടങ്ങൾക്കും ഔഷധോദ്യാനങ്ങൾക്കും പൂന്തോട്ടത്തിനും കോർപ്പറേഷന് കീഴിലെ സുഭാഷ് പാർക്കിലെ ചെടികൾക്കും മരങ്ങൾക്കും വളമാകുന്ന പ്രക്രിയയും ഇവിടെയുണ്ട്. കൂടാതെ പ്ലാസ്റ്റിക് 5ഓളം കിറ്റിലെ വിവിധ കാറ്റഗറികളായി തിരിച്ച് അംഗീകൃത ഏജൻസി മുഖാന്തരം പുനരുപയോഗിക്കുന്നുമുണ്ട്. ആശുപത്രി ജൈവമാലിന്യങ്ങൾ ശാസ്ത്രീയ രീതിയിൽ സംസ്കരിക്കുക, ആശുപത്രി ജന്യരോഗങ്ങളിൽ നിന്ന് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും സംരക്ഷിക്കുക തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളാണ് അവാർഡിനായി മലിനീകരണ ബോർഡ് വിലയിരുത്തിയത്. ദേശീയപാതയിൽ പറമ്പയത്ത് നെടുവന്നൂർ യൂട്ടേണിന് സമീപം നിയന്ത്രണം വിട്ട ടോറസ് ലോറി ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി. ഹോട്ടൽ അടഞ്ഞുകിടക്കുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. ഞായറാഴ്ച രാത്രി 12:30 അപകടം. അങ്കമാലി ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കണ്ടെയ്നർ അങ്കമാലി ഭാഗത്തേക്ക് പോകാൻ മുന്നറിയിപ്പില്ലാതെ യൂട്ടേൺ തിരിഞ്ഞതോടെ പിന്നിൽ വരികയായിരുന്ന ടോറസ് ഇടത്തോട്ട് തിരിയുകയും കണ്ടെയ്നറിൽ തട്ടി നിയന്ത്രണം വിട്ട് ഹോട്ടലിൽ ഇടിച്ചു കയറുകയുമായിരുന്നു. ശ്രീമുരനഗരം കൈപ്ര സ്വദേശി അഷ്റഫ് 30 വർഷത്തോളമായി വാടകയ്ക്ക് നടത്തുന്ന പറമ്പയം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലേക്കാണ് ടോറസ് ഇടിച്ചു കയറിയത്. ഹോട്ടലിലും വഴികളിലും ആളുകളില്ലാത്തതിനാൽ വൻ ദുരന്തമൊഴിവായി. ആഴമുള്ള അഴുക്ക് കനയിൽ ടോറസിന്റെ പിന്നിലെ ടയർ വീണതിനാലാണ് കെട്ടിടം തകരാതിരുന്നത്. ആലത്തൂരിൽ നിന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്കും മെറ്റൽ പൊടി കയറ്റി വരികയായിരുന്ന ടോറസാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ തൃശൂർ സ്വദേശി രഞ്ജിത്ത് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അശ്രദ്ധയോടെ വാഹനം ഓടിച്ച് അപകടത്തിനിടയാക്കിയ കണ്ടെയ്നർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകടത്തിൽ ഹോട്ടലിന്റെ അടുക്കള ഭാഗവും സീലിംഗും, മുകൾ ഷീറ്റുകൾ, ഫർണിച്ചറുകൾ, പാത്രങ്ങൾ, സ്റ്റൗ, ഫ്രിഡ്ജ്, ഗ്ലാസുകൾ സ്ഥാപിച്ച കൗണ്ടർ, ജലവിതരണ പൈപ്പുകൾ അടക്കം തകർന്നു. ടോറസ് പൂർണ്ണമായും അകത്തേക്ക് കയറാതിരുന്നതിനാൽ കെട്ടിടത്തിനടക്കം വൻ നാശമൊഴിവായി. 4 ലക്ഷത്തിന്റെ നഷ്ടം കണക്കാക്കുന്നു. രാവിലെ ക്രെയിനുകൾ ഉപയോഗിച്ച് ടോറസ് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ദേശീയപാതയിലും നെടുവന്നൂർ റോഡിലും മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച നിരോധനം ജൂലൈ 31 അവസാനിക്കും. ഞായറാഴ്ച രാത്രി 12 മണിയോടെ കടലിൽ പോയ മുഴുവൻ ബോട്ടുകളും ഹാർബറിൽ മടങ്ങിയെത്തി. ഹാർബറിൽ മത്സ്യ വിൽപ്പനയ്ക്ക് തടസ്സമില്ല. ട്രോളിംഗ് നിരോധനം പരിഗണിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ അനുവദിച്ചിട്ടുണ്ടെങ്കിലും തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പോലെ സാമ്പത്തിക സഹായം എന്ന മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ട്രോളിംഗ് നിരോധനം 59 ദിവസമാക്കണമെന്ന പരമ്പരാഗത മത്സ്യമേഖലയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു. അതേസമയം മത്സ്യമേഖല പരിപാലനത്തിലെ ഒരു ഭാഗം മാത്രമാണ് ട്രോളിംഗ് നിരോധനമെന്നും ഇതോടൊപ്പം പരമ്പരാഗത മേഖലയിലും ആവശ്യമായ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരണമെന്നും കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് പറഞ്ഞു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ ഹൈക്കോടതി പരിശോധനയ്ക്കായി കമ്മിറ്റിയെ നിയോഗിച്ചു. സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി, കേരള മലിനീകരണ നിയന്ത്രണ ബോർഡ്, ഹൈക്കോടതിയെ സഹായിക്കുന്ന അമിക്കസ് ക്യൂറി, ഹർജിക്കാർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് കമ്മിറ്റി. ഇവർ സംഭവമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ച് പരിശോധിച്ച ശേഷം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകണമെന്നാണ് ഉത്തരവ്. പെരിയാറിൽ രാസമാലിന്യം ഒഴുക്കിയതിനെ തുടർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ കോടികളുടെ നഷ്ടമാണ് മത്സ്യ കർഷകർക്കുണ്ടായത്. വരാപ്പുഴ, ചേരാനെല്ലൂർ, കടമക്കുടി എന്നീ പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നത്. വരാപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ
കൂടുതൽ മത്സ്യങ്ങൾ ചത്തത്. കൊച്ചി കോർപ്പറേഷൻ മേഖലയിലേക്കും വിഷപ്പുഴ ഒഴുകിയെന്നാണ് ഫിഷറീസ് വകുപ്പ് റിപ്പോർട്ടിൽ പറയുന്നത്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ ജലസേചന വകുപ്പിനെതിരെ ഹൈക്കോടതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് സത്യവാങ്മൂലം നൽകിയിരുന്നു. പാതാളം ബണ്ട് ദീർഘകാലം അടച്ചിടുന്നത് ജൈവ മാലിന്യം അടിഞ്ഞുകൂടുന്നതിനിടയാക്കുന്നുവെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് കോടതിയെ അറിയിച്ചു. പെരിയാറിലെ ഒഴുക്ക് കുറഞ്ഞ നിലയ്ക്കെങ്കിലും നിലനിർത്തണമെന്നും ജലസേചന വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. 2017 ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരമാണ് ജലസേചന വകുപ്പിന് നിർദ്ദേശം നൽകിയത്. ഈ നിർദ്ദേശം ജലസേചന വകുപ്പ് നടപ്പാക്കിയില്ലെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. മത്സ്യക്കുരുതിയുടെ കാരണം വിശദമാക്കുന്ന സത്യവാങ്മൂലത്തിലാണ് ജലസേചന വകുപ്പിനെതിരായ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആരോപണങ്ങൾ. കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. CPO മധുവാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. മധു ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശിയാണ്. ചൊവ്വാഴ്ച രാവിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊച്ചി ടൂറിസം കേന്ദ്രത്തിലെ ചെറുകിട കടകളായ സ്മാർട്ട് കിയോസ്കിന്റെ കൈമാറ്റം നീളുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിർമ്മിച്ച ചെറുകിട കടകളാണ് കൈമാറ്റം കാത്തുകിടക്കുന്നത്. കൊച്ചി നഗരസഭയാണ് കടകൾ അർഹതപ്പെട്ടവർക്ക് കൈമാറേണ്ടത്. എന്നാൽ അതിനുള്ള രൂപരേഖ തയ്യാറാക്കാത്തതും സാങ്കേതിക തടസ്സങ്ങളുമാണ് കൈമാറ്റത്തിലെ കാലതാമസത്തിന് കാരണം. മാസങ്ങളായി അടച്ചിട്ടിരിക്കുന്ന കടകൾക്ക് മുന്നിലാണ് ഇപ്പോൾ ചെറുകിട കച്ചവടക്കാർ വിൽപ്പന നടത്തുന്നത്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി മേഖലകളിലായി 36ഓളം കിയോസ്കുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 2 ലക്ഷം രൂപയാണ് ഒരു കിയോസ്കിന് ചെലവ് കണക്കാക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയായ ചെറുകടകൾ CSML നഗരസഭയ്ക്ക് കൈമാറും. അർഹതപ്പെട്ടവരുടെ പട്ടിക നഗരസഭ അധികൃതർക്കും തയ്യാറാക്കും. നിലവിലുള്ള വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്മാർട്ട് സിറ്റി കിയോസ്ക് പദ്ധതി തയ്യാറാക്കിയത്. ഇവ കൈമാറിയ ശേഷം വിവിധ കേന്ദ്രങ്ങളിൽ അനധികൃത കച്ചവടങ്ങളും തെരുവോര വിൽപ്പനക്കാരെയും ഒഴിവാക്കുകയാണ് ദീർഘകാല ലക്ഷ്യം. ഫെബ്രുവരിയിൽ സ്മാർട്ട് കിയോസ്ക് നിർമ്മാണം പൂർത്തിയായെങ്കിലും കൈമാറ്റം നടക്കാത്തതിനാൽ പദ്ധതി ഇപ്പോഴും പാതി വഴിയിലാണ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിയും മിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂൺ 12 വരെ ശക്തമായ മഴയ്ക്കും ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൊവ്വാഴ്ച 2 ഓറഞ്ച് അലർട്ടും 5 മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. ഓറഞ്ച് അലർട്ടിൽപ്പെട്ട കണ്ണൂരും കാസർഗോഡും ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴ പെയ്യും. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഇവിടെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശത്തിൽ പറയുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.